ഫിഫ്ത്ത് സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റിന്റെ തിയറി ഡിസ്കഷൻ ആണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, 10 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ടോട്ടൽ ചോദ്യങ്ങളിൽ ഏകദേശം ഒരു പകുതിയോളം തിയറി ആയിട്ടാണ് ചോദിക്കാറുള്ളത്, പകുതി പ്രോബ്ലം ആണ്. അപ്പൊ തിയറി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താലും കുഴപ്പമില്ലാത്തൊരു മാർക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. അതിനർത്ഥം പ്രോബ്ലം സ്കിപ്പ് ചെയ്യണം എന്നല്ല, രണ്ടും നോക്കണം. അതിൽ തിയറിയുടെ ഭാഗങ്ങളാണ് നമ്മളിപ്പോ ഈ ഒരു സെഷനിൽ പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം 2 മാർക്കിന്റെ ചോദ്യങ്ങളാട്ടോ പറയുന്നത്. ഈ 2 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ഒരു 2 സെന്റൻസ് ആയിട്ടെങ്കിലും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിൽ എഴുതുന്നതിൽ കണ്ടന്റ് ഉണ്ടാവാനും നോക്കുക കേട്ടോ. ഫസ്റ്റ്, വാട്ട് ഈസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഭാഗമാണ്. ഡിഫൈൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. കാരണം നമ്മുടെ സബ്ജക്റ്റിന്റെ പേരൻ അതാണ്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റ് ആണ്. അപ്പൊ നോക്കുക, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ശ്രദ്ധിക്കേ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അഥവാ ഫണ്ടുമായിട്ട്, പണവുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. എന്തിന്? ഫോർ ഡിസിഷൻ മേക്കിംഗ്. ആരപ്പോ ഈ തീരുമാനം എടുക്കുന്ന ആൾക്കാർ? മാനേജ്മെന്റ് അല്ലെ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, മാനേജ്മെന്റിന് മാനേജ്മെന്റിന് സഹായിക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷനെയാണ് പറയുന്നത്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. മാനേജ്മെന്റ് പറയാം, എന്ന് പറയാം, അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഷുവർ ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫസ്റ്റ് ചോദ്യമായിട്ട് ഇതാണ് കാണാറുള്ളത്, ഡിഫൈൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ളത് കേട്ടോ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, മാനേജ്മെന്റിന് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, ഇതൊക്കെ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ റോൾ എന്താണ്? നോക്കിയേ, ഇത് നമുക്കറിയാം. ഒരു മാനേജ്മെന്റ് ചെയ്യുന്ന പണി എന്താ? പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ് അല്ലെ. അപ്പൊ ഈ ഒരു 3 ഡ്യൂട്ടീസ് ആണ് ഒരു മാനേജ്മെന്റ് ചെയ്യുന്ന ഡ്യൂട്ടീസ് അല്ലെ. അപ്പോ പ്ലാനിങ്ങിന് സഹായിക്കുന്നുണ്ട്, ഓർഗനൈസിങ്ങിന് സഹായിക്കുന്നുണ്ട്, കൺട്രോളിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഇതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ റോള് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. ഇനി ഫിനാൻഷ്യൽ അനാലിസിസുമായി ബന്ധപ്പെട്ട 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഒന്ന്, എന്താണ് ഇൻട്രാ ഫേം അനാലിസിസ്? ആ വാക്ക് തന്നെ ഉണ്ട് അല്ലെ. ഇൻട്രാ ഫേം എന്ന് പറഞ്ഞാൽ നോക്കിയേ, അനാലിസിസ് ഓഫ് എ കമ്പനീസ് ഇന്റേണൽ ഫിനാൻഷ്യൽ ഡാറ്റ. ശ്രദ്ധിക്കേ, ഇന്റേണൽ ഫിനാൻഷ്യൽ ഡാറ്റ, കമ്പനിക്ക് അകത്തുള്ള അഥവാ ഇന്റേണൽ ആയിട്ട് വരുന്ന ഫിനാൻഷ്യൽ ഡാറ്റാസിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഇൻട്രാ ഫേം അനാലിസിസ് എന്ന് പറയാം. ഇൻട്രാ ഫേം എന്നുള്ളതിന്റെ അർത്ഥം എന്താ? കമ്പനിക്കുള്ളിൽ അല്ലെ, കമ്പനിന്റെ അകത്തുള്ള ഫിനാൻഷ്യൽ ഡാറ്റാസിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഇൻട്രാ ഫേം അനാലിസിസ് എന്ന് പറയാ. അടുത്തത്, വാട്ട് യു മീൻ ബൈ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്? കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാലോ, കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റും കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റും നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. അപ്പൊ കോമൺ സൈസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്രസ് ഈച്ച് ഐറ്റം ആസ് എ പെർസെന്റേജ് ഓഫ് എ ബേസ് ഫിഗർ. അതായത് ഇത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കട്ടോ, ഞാൻ ഒന്നും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്തുതരാം. ഈ കമ്പാരറ്റീവും അതുപോലെ തന്നെ കോമൺ സൈസും, ഇത് രണ്ടും എപ്പോഴും മാറി മാറി എക്സാമിന് 2 മാർക്കിന് ചോദിക്കുന്നതാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. യെസ്, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കി കേട്ടോ. കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ആ വാക്ക് തന്നെ ഉണ്ട്, കമ്പയർ ചെയ്യുന്നതാണ് കമ്പാരറ്റീവ്. ഈ കമ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഒരു 1-ലധികം വർഷത്തെ ഡാറ്റ വേണം. ഇപ്പൊ നോക്കിയേ, 2015 ബാലൻസ് ഷീറ്റ്, 2016 ബാലൻസ് ഷീറ്റ്, 2017 ബാലൻസ് ഷീറ്റ്, ഇങ്ങനെ 1-ലധികം വർഷത്തെ ഡാറ്റ കിട്ടിയാൽ അത് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യില്ലേ. 15 അപേക്ഷിച്ച് 16 എന്ത് മാറ്റാണ്, 16 അപേക്ഷിച്ച് 17 എന്ത് മാറ്റാണ്. ഇങ്ങനെ 1-ലധികം വർഷത്തെ ഡാറ്റകളെ വെച്ച് കമ്പയർ ചെയ്യുന്നതിനെയാണ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം കേട്ടോ. അപ്പൊ എന്തായാലും മെയിൻ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്?
മോർ ദാൻ 1 ഇയർ ഒന്നിലധികം വർഷത്തെ ഡാറ്റ വെച്ച് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാ അല്ലെ. ഇതിന് ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുക അല്ലെ, ഇങ്ങനെയാണ് എഴുതുക. അതുകൊണ്ട് ഇതിന് മറ്റൊരു പേരുണ്ട് ഹൊറിസോണ്ടൽ അനാലിസിസ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹൊറിസോണ്ടൽ അനാലിസിസ് എന്നും ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ പറയാറുണ്ട്. അടുത്തത് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് വെർട്ടിക്കൽ അനാലിസിസ്. ഈ വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാല് അതിൽ ഒരു വർഷത്തെ ഡാറ്റ ഉണ്ടാവുള്ളൂ. സപ്പോസ് ഇതൊരു വർഷത്തെ ബാലൻസ് ഷീറ്റ് ആണെന്ന് വെച്ചോളി. ബാലൻസ് ഷീറ്റ് ആണ് ഒരു വർഷത്തെ. ഇതില് ഡിഫറെന്റ് ഐറ്റംസ്, ഒരു ഉദാഹരണം അസറ്റ് ഉണ്ട്, ലാബിലിറ്റി ഉണ്ട് അല്ലെ. അസറ്റ് ഉണ്ട്, ലാബിലിറ്റി ഉണ്ട്. ഈ അസറ്റും ഈ ലാബിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ അനാലിസിസ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? ഒറ്റ വർഷത്തെ ഡാറ്റ ഉണ്ടാവുള്ളൂ അല്ലെ. ഇപ്പൊ സപ്പോസ് ഇത് 2010 ഡാറ്റയാണ്. ഈ ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിലെ ഡിഫറെന്റ് ഐറ്റംസ് കേട്ടോ. ഒറ്റ ഡാറ്റയിലെ അല്ലെങ്കിൽ ഒറ്റ ഫോർമാറ്റിലെ ഒറ്റ സ്റ്റേറ്റ്മെന്റിലെ ഡിഫറെന്റ് ഐറ്റംസ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നതിനെയാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാ. ഇത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു 100% എടുക്കും. അപ്പൊ അതിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരികയാണെങ്കിൽ ആ സെയിൽസിനെയാണ് നമ്മൾ 100% എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിനൊക്കെ അതിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഒരു ഫിനാൻഷ്യൽ ഡാറ്റയിലെ ഡിഫറെന്റ് ഐറ്റംസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെ, ഡിഫറെന്റ് ഐറ്റംസ് തമ്മിൽ വിലയിരുത്തുന്നതിനെയാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ അനാലിസിസ് എന്ന് പറയാ. ഈ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാല് ഡിഫറെന്റ് ഇയർ ആണ് കേട്ടോ. അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് വ്യത്യസ്ത വർഷത്തെ ഡാറ്റാസ് ആണ് നമ്മൾ അവിടെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടൊന്നും നന്നായിട്ട് മനസ്സിലാക്കിയൊക്കെ 2 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നോക്കിയേ, ഈച്ച് ഐറ്റം ആസ് പെർസെന്റേജ് ഓഫ് ബേസ് ഫിഗർ. നമ്മൾ എന്ത് ചെയ്യും? ഒരു പെർസെന്റേജ് വെക്കും അല്ലെ. ഇപ്പൊ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഒരു 100% സെയിൽസിനാണ് നമ്മൾ കൊടുക്കുക. അങ്ങനെ ഒരു ബേസ് പെർസെന്റേജ് വെച്ചിട്ട് 100% വെച്ചിട്ട് അതിലേക്ക് ബാക്കിയുള്ളതിനൊക്കെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിളിക്കുന്നത്. അടുത്തൊരു ചോദ്യം, എക്സ്പ്ലെയിൻ നോട്ട്സ് ടു അക്കൗണ്ട്. എന്താണ് നോട്ട്സ് ടു അക്കൗണ്ട്? ആ ടേം എന്താണ്? നോക്കിയേ, ഇറ്റ് പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ. ശ്രദ്ധിക്കുക, അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് സ്പെസിഫിക് ഐറ്റംസ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അഡീഷണൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ അല്ലെ. ആ അഡീഷണൽ ഇൻഫർമേഷൻസിനെയാണ് നോട്ട്സ് ടു അക്കൗണ്ട്. ആ വാക്ക് തന്നെ ഉണ്ടല്ലേ, നോട്ട് ചെയ്യുക അല്ലെ. നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട് അല്ലെ. അപ്പൊ അഡീഷണൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളെയാണ് നോട്ട്സ് ടു അക്കൗണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി റേഷ്യോയുടെ ഭാഗത്ത് നിന്ന് തിയറി ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, ഒന്ന്, എന്താണ് അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ അല്ലെ. അവിടെ നോക്കിയേ, അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ മീൻസ് കമ്പനീസ് എബിലിറ്റി ടു പേ ഷോർട്ട് ടേം ഡെപ്റ്റ്. ഇതാണ് ഇതിൽ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഷോർട്ട് ടേം ഡെപ്റ്റ് കേട്ടോ. കമ്പനിയുടെ ഷോർട്ട് ടേം ഡെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കമ്പനിയുടെ കഴിവിനെ, എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി റേഷ്യോസ്. ഒന്നുകൂടെ പറയാണ്, ഇറ്റ് മെഷർ കമ്പനീസ് എബിലിറ്റി ടു പേ ഷോർട്ട് ടേം ഡെപ്റ്റ്. എന്താ ഷോർട്ട് ടേം ഡെപ്റ്റ് പറഞ്ഞാൽ? കുറഞ്ഞ കാലത്തേക്ക് അല്ലെ, ഒരു വർഷത്തേക്കൊക്കെ ഉള്ള ഡെപ്റ്റുകളെ, കടങ്ങളെ കൊടുത്തു തീർക്കാനുള്ള കമ്പനിയുടെ കഴിവിനെയാണ് അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദിക്കാണ്, എക്സ്പ്ലെയിൻ ദ റെലവൻസ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആണ്. ഈ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി കടം വാങ്ങണ പൈസക്കാണ് ഡെപ്റ്റ് എന്ന് പറയാം. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി കടം വാങ്ങണ പൈസ. ഇക്വിറ്റി പറഞ്ഞാൽ എന്താ? ഓണേഴ്സിന്റെ ഫണ്ട് അഥവാ മുതലാളിമാരുടെ ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഇക്വേഷൻ എന്താണ്? ഡെപ്റ്റ്. ഓക്കെ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ മെഷേഴ്സ് എ കമ്പനീസ് ലെവൽ ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. അതായത് ഒരു ബിസിനസിന്റെ, ശ്രദ്ധിക്കേ, ഒരു ബിസിനസിന്റെ ക്യാപിറ്റലിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട്, എത്രത്തോളം ലെവൽ ഓഫ് ഡെപ്റ്റ്. ഇവിടെ നിങ്ങൾ ഡെപ്റ്റ് എന്ന് ഓർത്താൽ മതി കേട്ടോ. ഡെപ്റ്റ് എന്ന് എഴുതിച്ചാൽ മതി, ലെവൽ ഓഫ് ഡെപ്റ്റ് എന്ന് എഴുതി. അതാണ് ഒന്നും കൂടെ സിമ്പിൾ കേട്ടോ. ലെവൽ ഓഫ് ഡെപ്റ്റ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അഥവാ എത്രത്തോളം ഡെപ്റ്റ് കണ്ടന്റ് ഉണ്ട്. ഈ ഡെപ്റ്റ് പറഞ്ഞാൽ എന്താ? കടം വാങ്ങണ പൈസ അല്ലെ. എന്താ ഈ കടം വാങ്ങണ പൈസ പറഞ്ഞാൽ? ലോൺ എടുക്കാം,
ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഡെപ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്ര ലോൺ ഉണ്ട്, അതുപോലെ എത്ര ഡിബഞ്ചർ ഉണ്ട് എന്ന് വിലയിരുത്തുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ലെവൽ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ ലീവറേജ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് EPS, ഏർണിംഗ് പെർ ഷെയർ. അതായത് ഒരു ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് എ കമ്പനീസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ്. ശ്രദ്ധിക്കട്ടോ, ഞാൻ ജസ്റ്റ് ഒരു ഇക്വേഷൻ ആയിട്ട് പറയാം. ഒരു കമ്പനിയിൽ നോക്കണേ, ഒരു കമ്പനിയുടെ ഏണിംഗ് എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം എന്ന് വെച്ചോളി. 10 ലക്ഷം രൂപയാണ് ഒരു കമ്പനിയുടെ ഏണിംഗ്. ക്ലിയർ? ആ കമ്പനിക്ക് ടോട്ടൽ ഒരു 1 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. 10 ലക്ഷമാണ് കമ്പനിയുടെ ഏണിംഗ് എന്ന് പറയുന്നത്. ആ കമ്പനിക്ക് ടോട്ടൽ 1 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ കാണാം? 10 ലക്ഷം ഡിവൈഡഡ് ബൈ 7. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 10 രൂപ അല്ലേ? കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ് ആണ് എത്രയാണ്? 10 ലക്ഷം. കമ്പനിക്ക് എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, എത്ര ഓണേഴ്സ് ഉണ്ട്? 1 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോ ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന പൈസ എത്ര? 10 ലക്ഷം ഡിവൈഡഡ് ബൈ 1 ലക്ഷം ഈക്വൽ ടു 10 രൂപ അല്ലെ? അപ്പൊ ഒരു ഷെയർ ഹോൾഡർ അയാള് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ മുകളിൽ അയാൾക്ക് കിട്ടുന്ന ഏണിംഗ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് EPS എന്ന് പറയുന്നത്. അപ്പൊ എന്താ EPS എന്ന് പറഞ്ഞാൽ? ഒരു ഷെയറിന് മുകളിൽ കിട്ടുന്ന വാല്യൂ അല്ലെ? ഇനി നോക്കിയേ, EPS, ഏർണിംഗ് പെർ ഷെയർ, ഇറ്റ് ഈസ് എ കമ്പനീസ് പ്രോഫിറ്റ്, കമ്പനിയുടെ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ്. ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ, കമ്പനിയുടെ പ്രോഫിറ്റ് നമ്മൾ 10 ലക്ഷം എന്ന് പറഞ്ഞു അല്ലെ? അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു ആരായിട്ട്? അതിന്റെ ഷെയർ ഹോൾഡേഴ്സുമായിട്ട്. 1 ലക്ഷം നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ കമ്പനിയുടെ ടോട്ടൽ ഏണിംഗ് അല്ലെങ്കിൽ ടോട്ടൽ പ്രോഫിറ്റ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് EPS എന്ന് പറയുക. അപ്പൊ അതിനെന്താ നമുക്ക് കിട്ടുക? ഒരു ഷെയർ ഹോൾഡർക്ക് എത്ര രൂപ വരുമാനമുണ്ട്, ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ്, ഇതാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്തത് എന്താണ് PV റേഷ്യോ അഥവാ പ്രോഫിറ്റ് വോളിയം റേഷ്യോ? നോക്കിയേ, ഇറ്റ് മെഷേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ്. അതൊന്ന് ഓർത്ത് വെക്കുക. അതിന്റെ ഇക്വേഷൻ, PV റേഷ്യോയുടെ ഇക്വേഷൻ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളിയും. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഇതാണ് PV റേഷ്യോയുടെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയാറുള്ളത് കേട്ടോ. എന്താണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോ ഏത് നമ്മളെ ബന്ധാണ്, ഏത് നമ്മളെ റിലേഷൻ ആണ്? കോൺട്രിബ്യൂഷനും സെയിൽസ് നമ്മളെ റിലേഷൻഷിപ്പിനെയാണ് PV റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തത് ഏതൊക്കെയാണ് ലീവറേജ് റേഷ്യോസ്? 1 ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, 2 ഡെപ്റ്റ് റേഷ്യോ, 3 ഇൻവെസ്റ്റ് കവറേജ് റേഷ്യോ. ഇത് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഈസ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ? ആ വാക്ക് തന്നെ ഉണ്ട്, അത് എന്താന്നുള്ളത്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നോക്കിയേ, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോക്കുക, ഷോസ് ദ ചേഞ്ചസ്, മാറ്റങ്ങളെ കാണിക്കുന്നുണ്ട്. എവിടെ? കമ്പനീസ് വർക്കിംഗ് ക്യാപിറ്റൽ, കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ ഓരോ പീരിയഡ്. അഥവാ 2015 ആയപ്പോ, ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാണ്. 2015 ആയപ്പോ നോക്കിയാൽ കറണ്ട് അസറ്റ് ഒരു 10 രൂപ എന്ന് വെച്ചോളൂ. 2016 ആയപ്പോഴേക്ക് ആ 10 ഉള്ളത് 12 ആയി. കറണ്ട് അസറ്റ് 10 രൂപ ഉള്ളത് 12 രൂപയായി. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? 2 രൂപ ഇൻക്രീസ് അല്ലെ, കൂടിയിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. ഇത് കണ്ടെത്തുന്നതിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെ? 2 വർഷത്തെ ഡാറ്റ വെച്ചിട്ട് ഒരു വർഷത്തെ അപേക്ഷിച്ച് 2ാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? ഇതുപോലെ വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന ചേഞ്ചസ്, മാറ്റങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്താ ഈ മാറ്റം എന്ന് ഉദ്ദേശിച്ചത്? എന്താ? ഇൻക്രീസ് ഓർ ഡിക്രീസ്? സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം. വർക്കിംഗ് ക്യാപിറ്റൽ വരുന്ന ഇൻക്രീസിനെയും ഡിക്രീസിനെയും കാണിക്കുന്നതാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടതാണെന്നും കൂടെ ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി എന്താണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അല്ലെ? ഇത് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ 2ാമത്തെ സ്റ്റേജ് ആയിട്ട് ചെയ്യുന്നതാണ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ള ആ ഒരു ഫോർമാറ്റ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഈസ് ദ ക്യാഷ് ജനറേറ്റഡ് ബൈ കമ്പനീസ് കോർ ബിസിനസ് ആക്ടിവിറ്റി. കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസിന്റെ ഏറ്റവും മെയിനായിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ്. ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അതിൽ നിന്നും ഉണ്ടാക്കുന്ന ക്യാഷിനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അപ്പൊ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാഷ്, അങ്ങനെ ഓർത്തു വെക്കുക.
അപ്പൊ നോക്കിയേ, ഒരു ബിസിനസ്സിന്റെ ഏറ്റവും കോറായിട്ട് വരുന്ന, ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അപ്പൊ ഒരു ബിസിനസിന്റെ മെയിൻ ആക്ടിവിറ്റി പറഞ്ഞാൽ എന്താ? സെയിൽസ് ഉണ്ടാവും അല്ലെ, പർച്ചേസ് ഉണ്ടാവും, അതുപോലെ കമ്മീഷൻ കൊടുക്കുക, സാലറി കൊടുക്കുക, റെന്റ് കൊടുക്കുക, അങ്ങനെ അതിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് ആ കമ്പനി ഉണ്ടാക്കുന്ന ക്യാഷിനെയാണ് എന്ത് പറയാ? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് യു മീൻ ബൈ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്? ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഇത് ഞാൻ എസ്സെ അതിന്റെ ഭാഗത്തുനിന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതൊന്ന് ആ സമയത്ത് ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ചു തരാം, എന്താണ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. അപ്പൊ ഇവിടെ ഞാൻ അത് പറയുന്നില്ല, അത് നമുക്ക് പറയാം. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. അഥവാ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൽ ക്യാഷ് വന്നതും ക്യാഷ് പോയതുമാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എസ്സേയുടെ ഭാഗത്ത് പറയാം കേട്ടോ. ഇനി അടുത്തത് 14ാമത്തത്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്? ഒന്ന്, ടു ഷോ ദ കമ്പനീസ് എബിലിറ്റി ടു ജനറേറ്റ് ക്യാഷ്. കമ്പനിക്ക് ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ എത്രത്തോളം കഴിവുണ്ട്, അഥവാ ക്യാഷ് കണ്ടെത്താൻ എത്രത്തോളം കഴിവുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടു ഷോ ദ കമ്പനീസ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, പൈസ വന്നതും പോയതും. ഇൻഫ്ലോ പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വന്നത്, ഔട്ട്ഫ്ലോ പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയത്. അപ്പൊ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നതും പോയതും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി CVP അനാലിസിസ്, നമ്മുടെ 5th മൊഡ്യൂൾ ആണ് CVP അനാലിസിസ്. അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. എന്താണ് കോൺട്രിബ്യൂഷൻ? ഇത് പറയുന്നതിന് മുമ്പ് നോക്കിയേ, നമ്മുടെ ഒരു കോസ്റ്റ് ഷീറ്റ് നമുക്ക് പറയാം. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. അത് മനസ്സിലാക്കിയാൽ അതിൽ നമുക്ക് എല്ലാതും എടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഒരു ബിസിനസ്സിൽ ആദ്യം സെയിൽസ് ഉണ്ടാവും. ഇതെല്ലാവരും നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അതിൽ നിന്നും വേരിയബിൾ കോസ്റ്റ്, സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് കിട്ടും കോൺട്രിബ്യൂഷൻ. ആ കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാവരും ഓർത്ത് വെക്കട്ടോ. സെയിൽസ് ഉണ്ടാവും, അതിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ കിട്ടും, അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടും. അതൊന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് പറയാം എന്താണ് കോൺട്രിബ്യൂഷൻ. നോക്കിയേ, കോൺട്രിബ്യൂഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ടു കവർ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ജനറേറ്റ് പ്രോഫിറ്റ്. അതിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചിട്ട് കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ആ ഒരു കാര്യം അതിൽ പറഞ്ഞാൽ മതി. അടുത്തത്, എന്താണ് അഥവാ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്? ഓക്കെ, ഇറ്റ് ഈസ് എ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ്. ഇത് മൂന്നും തമ്മിലുള്ള, ഏത്? കോസ്റ്റ് ഉണ്ട്, വോളിയം ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ഇത് മൂന്നും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ, അത് തമ്മിലുള്ള ബന്ധത്തെ പഠിക്കുന്നതാണ് CVP അനാലിസിസ്. ആ CVP അനാലിസിന്റെ ഭാഗമാണ് നമ്മൾ പറഞ്ഞ കോസ്റ്റ് ഷീറ്റ്, കോൺട്രിബ്യൂഷന് ന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്തത് എന്താണ്? അത് നമ്മുടെ എസ്സേയുടെ ഭാഗത്ത് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അഥവാ കമ്പനി പ്രോഫിറ്റ് നോ ലോസ്, ഒരു പ്രോഫിറ്റും ഒരു ലോസും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥക്കാണ് BEP, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. അതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ബ്രേക്ക് ഈവൻ ചാർട്ട് ഉണ്ട്. ഇത് നോക്കിട്ടോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേ. ഒരു ഗ്രാഫ് അതിൽ നിർബന്ധമായിട്ട് നമ്മൾ വരക്കണം കേട്ടോ. ഒരു ഗ്രാഫ് വരച്ചിട്ടാണ് ഇത് പറയാൻ ഏറ്റവും ബെറ്റർ. ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് വരക്കാണ്. ഞാൻ ഒരു പുതിയൊരു കമ്പനി തുടങ്ങാം കേട്ടോ. നമുക്കറിയാലോ, ഒരു കമ്പനി തുടങ്ങുമ്പോൾ അതിന്റെ സെയിൽസ് അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ, 0 എന്നാ തുടങ്ങുക. കാരണം തുടങ്ങുന്ന ഉള്ളൂല്ലോ, ആ ബിസിനസിന് പ്രോഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെയാണ് അതിന്റെ സെയിൽസ് ലൈൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ലൈന് അല്ലെങ്കിൽ ഇൻകം ലൈന് ഇങ്ങനെയാണ് പോകുക അല്ലെ. 0 എന്ന് തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെ കൂടി വരും. എന്നാൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റിന്റെ അവസ്ഥ എന്താ, ചെലവിന്റെ അവസ്ഥ എന്താ? നമുക്കറിയാലോ, ഏറ്റവും ഹൈ ആയിക്കാറ് അല്ലെ. കാരണം പുതിയൊരു കമ്പനി തുടങ്ങുമ്പോൾ ബിൽഡിംഗ് ഉണ്ടാവണം, മെഷീനറീസ് ഉണ്ടാക്കണം, അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, കുറെ ചെലവുണ്ട് അല്ലെ. അപ്പൊ കോസ്റ്റ് ലൈന് എവിടുന്നാ തുടങ്ങുക? ഏറ്റവും മുകളിൽ തുടങ്ങുക. അത് ഇങ്ങനെ കുറഞ്ഞു അല്ലെ. കമ്പനി മുന്നോട്ട് പോകും തോറും ആ ചെലവുകളൊക്കെ കുറഞ്ഞു വരും, കോസ്റ്റ് കുറഞ്ഞു വരും. ഇതാണ് അതിന്റെ ഒരു കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഇവിടെ നോക്കിയേ, ഒരു കമ്പനിയുടെ ഇൻകം ലൈന് അല്ലെങ്കിൽ സെയിൽസ് ലൈന് അതുപോലെ കോസ്റ്റ് ലൈന് ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. ഈ പോയിന്റിനെയാണ് BEP അഥവാ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇവിടെ നോ പ്രോഫിറ്റ് നോ ലോസ്, അഥവാ 1 രൂപ പ്രോഫിറ്റ് ഉണ്ടാവില്ല, 1 രൂപ ലോസും ഉണ്ടാവില്ല, അഥവാ ടാലിയായി കിടക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം, ഇവിടുത്തെ ചെലവ്, ഇതാണ് ചെലവ്. ഒരു 30 രൂപയെങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് വരവ് എത്ര ആയിരിക്കും? 30 രൂപ ആയിരിക്കും.
അഥവാ ഒരു വരവും കറക്റ്റ് ആണ്, ചെലവും കറക്റ്റ് ആണ്. അങ്ങനെ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് BEP, ബ്രേക്ക് ഇവൻ പോയിന്റ്. ഈ ബ്രേക്ക് ഇവൻ പോയിന്റിന്റെ മുമ്പത്തെ അവസ്ഥ നോക്കിയേ, ഇതല്ലേ കോസ്റ്റ് ലൈൻ. ഇവിടെ കോസ്റ്റ് അല്ലേ കൂടുതൽ, നോക്കിയേ ഏറ്റവും മുകളിൽ കിടക്കുന്നത് കോസ്റ്റ് ലൈൻ അല്ലേ. അപ്പോ ആ BEP-ലേക്ക് എത്തുന്നത് വരെ കമ്പനി നഷ്ടത്തിലേക്കാണ് അല്ലെ, ലോസിലേക്കാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. ആ BEP-യിൽ എത്തിയാൽ നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള പോയിന്റിലേക്ക് എത്തി. ഇനി BEP കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അത് പ്രോഫിറ്റിലേക്ക് മാറും. കാരണം ഇവിടെ നോക്കിയേ, ഇവിടെ ഏത് ലൈനാ മുകളിൽ കിടക്കുന്നത്, ഇൻകം ലൈൻ അല്ലേ മുകളിൽ കിടക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, കമ്പനി പ്രോഫിറ്റിലാണ്. അപ്പൊ BEP-ലേക്ക് എത്തുന്നത് വരെ നഷ്ടത്തിലായിരിക്കും. BEP നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന പോയിന്റിലേക്ക് വരും. ഇനി BEP-ക്ക് മുകളിലോട്ട് പോയാൽ, BEP-ക്ക് ശേഷം നമ്മൾ ബിസിനസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ കമ്പനി പ്രോഫിറ്റിലേക്ക് കയറും. ഓക്കെ, അതാണ് ഈ ഒരു ഗ്രാഫിൽ മനസ്സിലാക്കേണ്ടത്. ഗ്രാഫ് വരക്കാൻ വേണ്ടിയിട്ടും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ആ ചോദ്യം ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. 5 മാർക്കിനാണ് ആ ഭാഗം ചോദിച്ചിട്ടുള്ളത്. BEP-യുടെ ഗ്രാഫ് വരക്കാൻ പറഞ്ഞിട്ടൊരു ചോദ്യമുണ്ട്. യെസ്, ഇത് നോക്കിയേ, ചോദ്യം നോക്കിയേ. വാട്ട് ഈസ് ബ്രേക്ക് ഇവൻ ചാർട്ട്? ലിസ്റ്റ് ഔട്ട് ഇറ്റ്സ് അസംഷൻസ്. അത് ഞാൻ ഒന്ന് പറയാം. അത് നമ്മൾ 5 മാർക്കിന്റെ ഭാഗത്താണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താം. എ ബ്രേക്ക് ഇവൻ ചാർട്ട് ഷോസ്, നോക്കിയേ, ദ പോയിന്റ് അറ്റ് വിച്ച് കമ്പനി ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലെ. കമ്പനിയുടെ ടോട്ടൽ വരുമാനവും ടോട്ടൽ ചെലവും തുല്യമാകുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ. അപ്പൊ എവിടെയാണ് കമ്പനിയുടെ സെയിൽസ് ലൈനും കോസ്റ്റ് ലൈനും തമ്മിൽ കൂട്ടിമുട്ടുന്നത്, ആ പോയിന്റിനെ പറയുന്ന പേരാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഓക്കെ, ആ ചാർട്ട് ഇതാണ്, ഈ രൂപത്തിലാണ് നമ്മൾ ഓൾറെഡി നേരത്തെ വരച്ചിട്ടുണ്ട്. ഇനി അതിന്റെ അസംഷൻസ് എന്താ? ഫിക്സ്ഡ് കോസ്റ്റ് റിമൺ കോൺസ്റ്റന്റ്. അഥവാ ഈ ചാർട്ടിന്റെ പ്രത്യേകത, ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും സ്ഥിരമായിരിക്കണം, അതിൽ മാറ്റം വരാൻ പാടില്ല. അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് വേരി വിത്ത് പ്രൊഡക്ഷൻ അനുസരിച്ച് വേരിയബിൾ കോസ്റ്റിൽ മാറ്റം വരും. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമല്ലേ. ഫിക്സ്ഡ് കോസ്റ്റ് എന്നും ഫിക്സ്ഡ് തന്നെ ആയിരിക്കണം. പിന്നെ വേരിയബിൾ കോസ്റ്റ് എന്താണ്? പ്രൊഡക്ഷൻ അനുസരിച്ച് മാറ്റം വരുന്നതായിരിക്കണം. പിന്നെ സെല്ലിംഗ് പ്രൈസ് റിമൺ കോൺസ്റ്റന്റ്, സെല്ലിംഗ് പ്രൈസിലും മാറ്റം വരാൻ പാടില്ല. അപ്പൊ ഇതാണ് അതിന്റെ 3 അസംഷൻസ് എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിലേ ഈ ബ്രേക്ക് ഇവൻ ചാർട്ട് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ ഈ അസംഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ഞാൻ 5 മാർക്കിന്റെ ഭാഗത്താണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി മാത്രം കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞു? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് അല്ലെ. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന, തുല്യമായിട്ട് വരുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. അടുത്ത ചോദിക്കാണ്, എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി? നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് പറഞ്ഞില്ലേ, അതിന് ശേഷമുള്ള ഭാഗമൊക്കെ ലാഭാണെന്ന് പറഞ്ഞില്ലേ, അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. ആ വാക്ക് തന്നെയല്ലേ സേഫ്റ്റി. എപ്പോഴാണ് നമ്മൾ സേഫ് ആവുക? പ്രോഫിറ്റ് വരുമ്പോഴല്ലേ സേഫ് ആവുക. അപ്പൊ ബ്രേക്ക് ഇവൻ പോയിന്റിന് ശേഷം വരുന്ന ഭാഗം ഉണ്ടല്ലോ അല്ലെ, ഒന്ന് ആ ഗ്രാഫ് ഒന്ന് മൈൻഡിൽ കൊണ്ടുവന്ന് നോക്കിയേ. മുകളിൽ ഏതായിരിക്കും? ഇൻകം ലൈൻ ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ സെയിൽസ് ലൈൻ ആയിരിക്കും മുകളിൽ ഉണ്ടാവുക. അപ്പോ ആ സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ആണെന്ന് അർത്ഥം. അപ്പൊ ബ്രേക്ക് ഇവൻ പോയിന്റിന് ശേഷമുള്ള ഭാഗത്തെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. നോക്കിയേ, മാർജിൻ ഓഫ് സേഫ്റ്റി ഇസ് ദ ഡിഫറൻറ്റ് ബിറ്റ്വീൻ കമ്പനീസ് ആക്ച്വൽ സെയിൽസ് ആൻഡ് ബ്രേക്ക് ഇവൻ സെയിൽസ്. അത് കാണേണ്ട ഇക്വേഷൻ ആണ് ഈ പറഞ്ഞത് കേട്ടോ. ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ്, ഇതാണ് അതിന്റെ ഇക്വേഷൻ കേട്ടോ. ഏത് മാർജിൻ ഓഫ് സേഫ്റ്റി കാണേണ്ട ഇക്വേഷൻ ആണ് ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ്. അപ്പൊ എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി പറഞ്ഞാൽ? ആ ബ്രേക്ക് ഇവൻ പോയിന്റിന് ശേഷമുള്ള ഭാഗം, അഥവാ കമ്പനി പ്രോഫിറ്റ് ആയി നിൽക്കുന്ന ആ ഭാഗത്തെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം കമ്പനി പ്രോഫിറ്റബിൾ ആണോ അത്രത്തോളം മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട് എന്ന് പറയാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആക്ച്വൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഇവൻ സെയിൽസ് മൈനസ് ചെയ്യാം. എന്താണ് മാർജിനൽ കോസ്റ്റ്? ഇതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ. മാർജിനൽ കോസ്റ്റ് എന്നാൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കി, ഒരു യൂണിറ്റ് ഉണ്ടാക്കി, അപ്പൊ അതിന് വരുന്ന ചെലവിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം, നമ്മളൊരു ബാഗ് ഉണ്ടാക്കുന്ന കടയെന്ന് വെച്ചോളി. നമ്മളൊരു 100 ബാഗ് ഉണ്ടാക്കി. ഒരു ബാഗിന് 100 രൂപ വെച്ചിട്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 100 ബാഗ് ഉണ്ടാക്കിയത് ഒരു ബാഗിന് 100 രൂപ വെച്ചിട്ട് നമുക്ക് 10,000 രൂപ എന്ന് വരും അല്ലെ. 10,000 രൂപ എന്ന് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ ബാഗ് ഉണ്ടാക്കിയ ഏകദേശം തീരുമാനമാവുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ബാഗ് കൂടെ ഉണ്ടാക്കാൻ നമുക്ക് ഓർഡർ കിട്ടുന്നത്. ഒരു ബാഗ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ആ ഒരു ബാഗ് ഉണ്ടാക്കാണ്. ആ ഒരു ബാഗ് ഉണ്ടാക്കാൻ ഒരു 60 രൂപ. സാധാരണ എല്ലാ ബാഗിനും 100 രൂപയല്ലേ നമ്മൾ കൂട്ടിയത്. പക്ഷെ ഇവിടെ ആ എക്സ്ട്രാ ഒരു ബാഗ് ഉണ്ടാക്കാൻ ആകെ 60 രൂപയെ വന്നതുള്ളൂ. കാരണം എന്താ അറിയോ? ഫിക്സ്ഡ് കോസ്റ്റ് ഇതിൽ നമ്മൾ കൂട്ടൂല. കാരണം ഫിക്സ്ഡ് കോസ്റ്റ് ഓൾറെഡി ഈ 100 ബാഗിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആര് മാത്രമേ ഉള്ളൂ? ആ ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ബാഗ് ഉണ്ടാക്കാൻ പൈസ കുറഞ്ഞത്. അപ്പൊ ഇതാണ് ഈ 60 രൂപക്കാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം.
എന്താ അപ്പൊ മാർജിനൽ കോസ്റ്റ് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നോക്കിയേ അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ ചെലവിനെയാണ്, ആ അഡീഷണൽ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. അതിന്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞത്, അതിൽ ആരുണ്ടാവില്ല, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവില്ല, ഓൺലി വേരിയബിൾ കോസ്റ്റ് മാത്രമേ അതിൽ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാർജിനൽ കോസ്റ്റിന്റെ മറ്റൊരു പേരാണ് വേരിയബിൾ കോസ്റ്റ് കേട്ടോ. ഈ വേരിയബിൾ കോസ്റ്റ് ചോദിച്ചാൽ നമുക്ക് ഇത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് വരുന്ന ചെലവിനെയാണ് മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റു ചില ചോദ്യങ്ങളും കൂടെ പറയാണ്, അതൊക്കെ 2 മാർക്കിനാണ് കേട്ടോ. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നോക്കിയേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ്, ആ വാക്ക് തന്നെ ഉണ്ട്, ഇൻഫർമേഷൻ അബൌട്ട് കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെ കാണിക്കുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഐ റിപ്പീറ്റ്, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിനെയോ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അടുത്ത വീണ്ടും പറയാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൽ ഓർക്കേണ്ടത് ഡിഫറെന്റ് പോയിന്റ് ഇൻ ടൈം അല്ലെങ്കിൽ ഡിഫറെന്റ് ഇയേഴ്സ് അല്ലെ, വ്യത്യസ്ത വർഷങ്ങൾ കമ്പയർ ചെയ്യുന്നതിനാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയാം. വീണ്ടും ചോദിക്കാണ്, വാട്ട് യു മീൻ ബൈ സോൾവൻസി റേഷ്യോ? സോൾവൻസി നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ലോങ് ടേം ഡെപ്റ്റ് എന്നാട്ടോ. കമ്പനിയുടെ ഒരുപാട് വർഷത്തേക്കുള്ള അല്ലെ, ലോങ് ടേം എന്നതാണ് ഒരുപാട് വർഷത്തേക്കുള്ള ഡെപ്റ്റുകളെ കൊടുത്തു തീർക്കാനുള്ള കഴിവിനെയാണ് അല്ലെങ്കിൽ അതിന്റെ എബിലിറ്റിയാണ് നമ്മൾ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം, കമ്പനി ഒരു 10 വർഷത്തേക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, അതൊരു ലോങ് ടേം ഡെപ്റ്റ് ആണല്ലോ. അല്ലെങ്കിൽ കമ്പനി ഒരു 15 വർഷത്തേക്ക് ലോൺ എടുത്തു, അത് ലോങ് ടേം ഡെപ്റ്റ് അല്ലേ. ഈ ലോങ് ടേം ഡെപ്റ്റുകൾ കൊടുത്തു തീർക്കാനുള്ള കമ്പനിയുടെ കഴിവിനെയാണ് സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി എന്താണ് PE റേഷ്യോ അഥവാ പ്രൈസ് ഏർണിംഗ് റേഷ്യോ? നോക്കിയേ, ഇതിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് കമ്പനീസ് മാർക്കറ്റ് വാല്യൂ റിലേറ്റീവ് ടു ഏർണിംഗ്. ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ അഥവാ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ അതിനെ ഏർണിംഗും, ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ അതിന്റെ ഏർണിംഗും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെ, അതിന്റെ റിലേഷൻഷിപ്പ് പറയുന്നതിനെയാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വാട്ട് യു മീൻ ബൈ ക്യാഷ് ഈക്വലൻസ്? ഇത് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നോടത്ത് പറയുന്ന ഒരു ടേമാണ് ക്യാഷ് ഈക്വലൻസ് അഥവാ ക്യാഷുമായിട്ട് മാച്ച് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്യാഷ് ഈക്വലൻസ് ആർ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. അതാണ് നിങ്ങൾ ഒന്നും കൂടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ഈസി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന, ക്യാഷിന്റെ ഒപ്പം നമ്മൾ പറയുന്ന സാധനങ്ങളെയാണ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുക. അതിലിപ്പോ ഏതൊക്കെ വരിക? ഒന്ന്, ക്യാഷ് അറ്റ് ബാങ്ക്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണ്ടി കേട്ടോ. ബാങ്കിലെ ക്യാഷ് അല്ലെ, അത് പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന തന്നെയാണ്. അടുത്തത് മാർക്കറ്റബിൾ സെക്യൂരിറ്റി അഥവാ പെട്ടെന്ന് നമുക്ക് വിറ്റ് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നത് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ പ്രത്യേകത എന്താ? പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് വിറ്റ് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതിനെയാണ് ക്യാഷ് ഈക്വലൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത്, ലിസ്റ്റ് ഔട്ട് എനി 4 സോഴ്സസ് ഓഫ് ഫണ്ട്. അല്ലെ, ഫണ്ട് വരാൻ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ അതിൽ സോഴ്സസ് ഓഫ് ഫണ്ട് പറയുന്നുണ്ട് അല്ലെ, സോഴ്സും അപ്ലിക്കേഷനും. ആ ഫണ്ട് വരാനുള്ള റൂട്ടുകൾ ഏതൊക്കെയാണ്, സോഴ്സുകൾ ഏതൊക്കെയാണ്? ഒരു ബിസിനസിന് എവിടുന്ന ഫണ്ട് കിട്ടുക? നമുക്കറിയാം, ഒന്ന് ഷെയർ ക്യാപിറ്റൽ, 2 റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നാൽ അവരുടെ പൈസനെ അവർ മാറ്റി വെക്കുന്നത് അല്ലെ, റിസർവ് ആയിട്ട് എടുത്തു വെക്കുന്നത്. പിന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, ബാങ്ക് ലോൺ. ഇതൊക്കെയാണ് ഒരു കമ്പനിക്ക് ഫണ്ട് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഫണ്ട് പോകാനുള്ള സാധ്യത ഇതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് എഴുതാം. ഷെയർ ക്യാപിറ്റലിലൂടെ ഫണ്ട് വരികയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കുമ്പോൾ ഫണ്ട് പോകൂലേ? ഫണ്ട് മീൻസ് ക്യാഷ് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ റിഡംഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, അപ്പൊ ഫണ്ട് അപ്ലിക്കേഷൻ എന്ന് പറയാം, അഥവാ ഫണ്ട് പോകുന്ന വഴി. റീറ്റെയിൻഡ് ഏർണിങ്സ്, പിന്നെ ഡിബഞ്ചർ, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, ഫണ്ട് പോകും. ബാങ്ക് ലോൺ തിരിച്ചു കൊടുത്താൽ അഥവാ റിഡംഷൻ ഓഫ് ബാങ്ക് ലോൺ. അപ്പൊ ഇതൊക്കെ ഫണ്ട് വരാനുള്ള വഴികളാണ്. ഇതിനൊക്കെ റിഡംഷൻ ചെയ്യുമ്പോൾ അഥവാ തിരിച്ചു കൊടുക്കുമ്പോൾ ഫണ്ട് എന്ത് ചെയ്യും? നമ്മളെ കയ്യിൽ നിന്ന് പോകും ചെയ്യും കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങള്. 25ഓളം ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്തായാലും ഒരു 10 ചോദ്യമെങ്കിലും എക്സാമിന് ചോദിക്കും എന്നുള്ളത് ഷുവറാണ്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ഡിഫറൻസും കൂടെ വരുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. അപ്പൊ അത് ഞാൻ പറയാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്ന ഏതാണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് അല്ലേ. എന്താ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പൊ ഇത് നമ്മൾ ഡിഫറൻസ് നോക്കിയേ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, കറക്റ്റ് ശ്രദ്ധിച്ചോളിയെ,
എക്സ്റ്റേണൽ പാർട്ടീസ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അഥവാ ബിസിനസിന്റെ പുറത്തത്തെ ആൾക്കാര്. ആരാ ഈ പുറത്തത്തെ ആൾക്കാര്? ഷെയർ ഹോൾഡേഴ്സ് വരാം, ക്രെഡിറ്റേഴ്സ് വരാം, ബാങ്ക് വരാം, ഗവൺമെന്റ് വരാം, ഇൻവെസ്റ്റേഴ്സ് വരാം. ഇങ്ങനെ ബിസിനസിന്റെ പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അവിടെ എക്സ്റ്റേണൽ പാർട്ടീസ് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അല്ലെ. എന്നാൽ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? അവിടെ വരുന്നത് ഇന്റേണൽ യൂസ് ഓഫ് മാനേജ്മെന്റ് അല്ലെ. മാനേജ്മെന്റ് ആണ് ബിസിനസിന്റെ ഉള്ളിലത്തെ ആൾക്കാരാണ്. ആ ബിസിനസിന്റെ ഉള്ളിലത്തെ ആളുകൾക്ക് അഥവാ ഇന്റേണൽ മാനേജ്മെന്റിന് വേണ്ടി തയ്യാറാക്കുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ബിസിനസിനെ ടോട്ടൽ ആയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലെ. നമുക്കറിയാണ്ടല്ലോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ബിസിനസിന്റെ ടോട്ടൽ എത്ര അസറ്റ്, ടോട്ടൽ എത്ര ലയബിലിറ്റി, ടോട്ടൽ എത്ര സെയിൽസ്, അങ്ങനെ ടോട്ടാലിറ്റി ആണ് അല്ലെങ്കിൽ ടോട്ടൽ കണക്കിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മെഷർ ചെയ്യുക. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നോക്കിയേ അതിന് ഓരോ പാർട്ട് ആക്കി മാറ്റും, ഓരോ ഡിവിഷൻസ് ആക്കി മാറ്റും, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റും. ആ ഡിവിഷനെയും ഡിപ്പാർട്ട്മെന്റിനെയും നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ അവിടെ ഒന്നിച്ചല്ല നമ്മൾ ചെയ്യുക, മറിച്ച് നമുക്ക് കൃത്യമായിട്ട് അനാലിസിസ് നടത്തണം അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നിനെയും വേറെ പാർട്ടുകളാക്കിയിട്ട് വേറെ കീറി മുറിച്ചിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാറുള്ളത്. ഇനി അടുത്ത ഡാറ്റ യൂസ്ഡ് നോക്കിയേ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി റെക്കോർഡ്സ് ഓഫ് പാസ്റ്റ് ഇവന്റ്. ശ്രദ്ധിക്കേ പണവുമായി ബന്ധപ്പെട്ട, മോണിറ്ററി എന്ന പണവുമായി ബന്ധപ്പെട്ടത് അല്ലെ, പാസ്റ്റ് ഇവന്റ്സ് മാത്രമാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളാ പറയുന്നത് അല്ലെ. കഴിഞ്ഞ വർഷം എത്ര പ്രോഫിറ്റ്, കഴിഞ്ഞ വർഷം എത്ര അസറ്റ്, കഴിഞ്ഞ വർഷം എത്ര ലയബിലിറ്റി, കഴിഞ്ഞതിനെ കുറിച്ചാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നോക്കിയേ അത് പാസ്റ്റ് മാത്രമല്ല ഫ്യൂച്ചറും കൂടെ അതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. അഥവാ ഭാവിയിലേക്കുള്ള കാര്യങ്ങളൂടെ എവിടെ വരുന്നുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പാസ്റ്റ് ആണ്, പാസ്റ്റ് ഡാറ്റകൾ മാത്രമാണ് നോക്കുന്നത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ പാസ്റ്റ് നോക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രസന്റ് നോക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ നോക്കുന്നുണ്ട്. നോക്കിയേ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ എവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു പോയിന്റ് നമുക്കറിയാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി ഇവന്റ്സ് മാത്രം അല്ലെ, പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ പണം മാത്രമല്ല അതല്ലാത്ത കാര്യങ്ങളും, അതാണ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി, ഈ രണ്ട് കാര്യങ്ങളും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. മോണിറ്ററി ആയിട്ട് വരുന്നതും ചെയ്യും, അല്ലാത്ത നോൺ മോണിറ്ററി ആയിട്ട് വരുന്നതും ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം, ഒരു എംപ്ലോയിന്റെ എഫേർട്ട്, അയാൾ എടുക്കുന്ന എഫേർട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എഴുതൂല, കാരണം അവിടെ അതിന് വാല്യൂ കൊടുക്കാറില്ല. പക്ഷെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അടുത്തത് എല്ലാ വർഷവും ഇയർലി ആണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എല്ലാ വർഷത്തിലാണ്, വാർഷികമായിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫ്രീക്വന്റ് ഇന്റർവെൽസ്, അത് വർഷാവസാനത്തേക്ക് കാത്തു നിൽക്കൂല. ചിലപ്പോ എല്ലാ മാസം ചെയ്യും, ചിലപ്പോ 3 മാസം കൂടുമ്പോ, അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോ, 6 മാസം കൂടുമ്പോ, അങ്ങനെയൊക്കെ ഡിപ്പെൻഡ്സ്. ഓരോ കമ്പനിയാണ് കേട്ടോ, ഒരു ബിസിനസ് ആണ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യും? ഇന്റർവെൽസിൽ അഥവാ ഇടക്കിടക്ക് ഫ്രീക്വന്റ് ആയിട്ട് ഈ ഒരു അനാലിസിസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അടുത്തത് ഇത് കൂടുതൽ ഒബ്ജക്റ്റീവ് ആണ്, അഥവാ ഒരു ടോട്ടാലിറ്റി ആണ് പറയുന്നത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് സബ്ജക്റ്റീവ് ആണ്, ഏതെങ്കിലും ഇൻഡിവിജ്വൽ ഭാഗത്തെയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഇനി ലീഗൽ കമ്പൽഷൻ നമുക്കറിയാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പൽസറി ഫോർ എവറി ബിസിനസ്, എല്ലാ ബിസിനസ്സും നിർബന്ധമായിട്ടും തയ്യാറാക്കണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കാരണം അത് കമ്പനീസ് ആക്ട് പ്രകാരം പറയുന്ന ഒരു കാര്യമാണ്. അത് തയ്യാറാക്കിയിട്ട് അതിന്റെ റിപ്പോർട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യണം. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും ഒരു കമ്പനി ചെയ്യേണ്ടതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് അങ്ങനെ കമ്പൽസറി ഒന്നുമില്ല, ഫ്രീ ടു ഇൻസ്റ്റാൾ ഓർ നോട്ട്. അത് കമ്പനിയുടെ ഇഷ്ടമാണ്, അവർക്ക് വേണമെങ്കിൽ ചെയ്യാണ്ടിരിക്കാം. അത് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, ചെയ്യാതിരിക്കുന്ന കമ്പനീസ് ഉണ്ട്. കാരണം അത് എവിടെയും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അത് അവരുടെ മാനേജ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നെങ്കിൽ ഇത് ചോദിക്കും, അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആട്ടോ. ഈ രണ്ട് ഡിഫറൻസ് മാറി മാറി വരാറുണ്ട് എക്സാമിന് 5 മാർക്കിന് കേട്ടോ. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്കറിയാം, കോസ്റ്റ് ഇൻഫർമേഷൻസ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. കോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പറയുന്നത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എല്ലാ കാര്യങ്ങളും, എല്ലാ ഇൻഫർമേഷൻസും എവിടെ ഇൻക്ലൂഡഡ് ആണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. കാരണം അതില് ഈ പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ് ഉള്ളതുകൊണ്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്സ് വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. എല്ലാ ഭാഗവും, എല്ലാ പഠന കാര്യങ്ങളും എവിടെ ഇൻക്ലൂഡഡ് ആണ്? നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്ത പറയാണ് കോസ്റ്റ് അസൈൻമെന്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ അല്ലെ. കോസ്റ്റ് കണക്കാക്കുക, അസൈൻമെന്റ് പറഞ്ഞാൽ കോസ്റ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ്
കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക, കോസ്റ്റിനെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു അത് പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ് അല്ലെ, ഡിസിഷൻ മേക്കിംഗ്, ഇതിനൊക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നത്. അപ്പൊ അവിടെ കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് അല്ല, മറിച്ച് ബിസിനസിന്റെ ടോട്ടൽ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഡിസിഷൻ മേക്കിംഗ് ഒക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നത്. നമുക്ക് പറയാം ഈ കോസ്റ്റ് അക്കൗണ്ടിങ് നാരോ സ്കോപ്പാണ്, വെറും കോസ്റ്റ് മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് വൈഡ് സ്കോപ്പാണ്. ഇത് നിങ്ങൾക്ക് തൊട്ട് മോളത്തിൽ എഴുതാട്ടോ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നാരോ സ്കോപ്പ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് വൈഡ് സ്കോപ്പ്. ആ ഒരു പോയിന്റ് അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റൂ കേട്ടോ. അടുത്തത് ടെക്നിക്സ് യൂസ്ഡ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, CVP അനാലിസിസ്, ബഡ്ജറ്ററി കൺട്രോൾ, ഇതൊക്കെയാണ് നോർമലി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലോ നോക്കി അതിന്റെ പുറമെ ഇതൊക്കെ ഓൾറെഡി ഉണ്ട് കേട്ടോ, ഇതൊക്കെ എവിടെയും വരുന്നുണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലും വരുന്നുണ്ട്. അതിന് പുറമെ റേഷ്യോ അനാലിസിസ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് തുടങ്ങിയ അനാലിസിസ് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സാധനം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതിൽ എഴുതാൻ പറ്റൂ കേട്ടോ. ഏത് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പൊ ആ ഒരു പോയിന്റും കൂടെ അതിൽ കൊടുക്കാട്ടോ. ഇതൊക്കെ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ചെയ്യേണ്ട പണി എന്താ അറിയോ? ഒരു നോട്ടും പേന എടുത്തിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് പോകണം കേട്ടോ, നല്ല കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങളെ ഭാഷയിലേക്ക് അതിനെ ഒന്ന് മാറ്റി എഴുതണം, സിമ്പിൾ ആയിട്ട് ഒന്ന് എഴുതണം കേട്ടോ. എന്നാലും ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ, ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ എവല്യൂഷൻ, നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് ആദ്യം വന്നത്. അതിന്റെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷനെ കവർ ചെയ്യാനാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വന്നിട്ടുള്ള ലിമിറ്റേഷനെ കവർ ചെയ്യാനാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ കോസ്റ്റ് ആണ് ആദ്യം വന്ന്, 1 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, 2 കോസ്റ്റ് അക്കൗണ്ടിങ്, 3 മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ആ ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ആദ്യം ഉണ്ടാക്കിയത് ഏതാ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലേ. അതിന്റെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് വന്നത്. ഇനി മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെ പറയാ? ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കുറെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അല്ലെ, ആ ലിമിറ്റേഷനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ലീഗൽ റിക്വയർമെന്റ്സ്. നമ്മൾ പറഞ്ഞു ഈ കോസ്റ്റ് അക്കൗണ്ടിങ് കമ്പൽസറി ആണ് എല്ലാത്തിനുമില്ല. സെലക്ടഡ് ഇൻഡസ്ട്രീസ്, ചില കമ്പനികൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അത് ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുമാണ്. പ്രത്യേകിച്ച് ഈ മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ ഉണ്ടല്ലോ, ഓരോ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടല്ലോ, അവർക്കൊക്കെ നിർബന്ധമായിട്ടും കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യണം. എന്നാൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു അത് വളണ്ടറി ആണ്, അഥവാ വേണമെങ്കിൽ ചെയ്താൽ മതി. ഡിപ്പെൻസ് അപ്പോൺ ദ മാനേജ്മെന്റ്. ഓരോ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനമാണ്. അവർ വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാണ്ടിരിക്കാം. അല്ലാണ്ട് ഇത് എടുക്കും സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ അത് അവരുടെ ഓപ്ഷൻ ആണ്, വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കാം. ഈ 2 ഡിഫറൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസും കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസും ഓർത്തു വെക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ആട്ടോ. അടുത്തത് വാട്ട് ഈസ് ഫിനാൻഷ്യൽ അനാലിസിസ്, അതുപോലെ എക്സ്പ്ലെയിൻ വേരിയസ് ടൂൾസ് യൂസ്ഡ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്. എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ്? ആ വാക്ക് തന്നെ ഉണ്ട് അല്ലെ. ഫിനാൻഷ്യൽ അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് നോക്കിയേ അനലൈസിങ് ഫിനാൻഷ്യൽ ഡാറ്റ. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഡാറ്റകളെ അനലൈസ് ചെയ്യുക. എന്തിന്? ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ആർക്ക്? മാനേജ്മെന്റിന് അല്ലെ. അപ്പൊ മാനേജ്മെന്റിന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ ഡാറ്റകളെ അനലൈസ് ചെയ്യുന്നതിനെയാണ് അനാലിസിസ് ഓഫ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ടൂൾസ് അതിൽ യൂസ് ചെയ്യുന്നത്? റേഷ്യോ അനാലിസിസ്, ട്രെൻഡ് അനാലിസിസ്, കമ്പാരറ്റീവ്, കോമൺ സൈസ്, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, ഇതൊക്കെ അതിന്റെ ഭാഗമാണ് കേട്ടോ. 5 മാർക്കിനെ ചോദിക്കുമ്പോൾ ഇത് ഓരോന്നും ജസ്റ്റ് എന്താന്നുള്ളതും കൂടെ അതിൽ നിങ്ങൾ പറയണം കേട്ടോ, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്ന മുഴുവനും ഏതന്നെയാണ്? ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. ഇനി റേഷ്യോ അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ ലിമിറ്റേഷൻസ്, അതിന്റെ പോരായ്മകള് അല്ലെ? ഒന്നിപ്പോ നിങ്ങൾ പറഞ്ഞ ലിമിറ്റേഷൻ തന്നെ ഇതാ, എന്ത്? ഡിഫിക്കൽട്ട് ആണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ, ഭയങ്കര പ്രയാസമാണ്. എല്ലാവരും പറയുന്ന ഒരു കമന്റ് ആണ് അത്. പക്ഷെ ഭയങ്കര റിസ്ക് ആണുള്ളത്. റിസ്ക് ഒന്നുമില്ല, സാധനം സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ അത് ഒരു ലിമിറ്റേഷൻ ആണ്, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ, റേഷ്യോ അനാലിസിസ് കഴിഞ്ഞു പോയ പാസ്റ്റ് ഡാറ്റകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. അതാണ് അതിൽ മാർക്ക് ചെയ്യുന്നത്, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും നമുക്ക് ഒരു ഫ്യൂച്ചർ റെഫറൻസിന്, ഒരു ഫ്യൂച്ചർ പെർഫോമൻസ് നോക്കാൻ അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്താ പറഞ്ഞേ? ഈ റേഷ്യോസ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ അഥവാ
പാസ്റ്റ് ഡാറ്റ, ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് എന്നുള്ള അർത്ഥം കേട്ടോ, അവിടെ പറയുന്നുണ്ട് പാസ്റ്റ് ഡാറ്റാസ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കഴിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഷ്യോകൾ നമുക്ക് എവിടേക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. ഒരു ഫ്യൂച്ചർ അനാലിസിസിന്, ഫ്യൂച്ചർ ഭാവിയിലേക്കുള്ള ഒരു പെർഫോമൻസ് നോക്കാനൊന്നും റേഷ്യോ അനാലിസിസ് കൊണ്ട് സാധിക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടിങ് പോളിസീസ് നോക്കിയേ, ഡിഫറെന്റ് അക്കൗണ്ടിങ് പോളിസീസ് ക്യാൻ അഫക്ട് ദ റേഷ്യോ കാൽക്കുലേഷൻ. അപ്പോ പല അക്കൗണ്ടിങ് പോളിസീസ് ഉണ്ടല്ലേ, ഓരോന്നിനും ഡിഫറെന്റ് മെത്തേഡുകൾ ഉണ്ട്. അപ്പൊ പല കമ്പനിയും ചിലപ്പോൾ പല രൂപത്തിലായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ റേഷ്യോ കാൽക്കുലേഷൻ എന്നുള്ളത് ഒരു ടാസ്ക് ആയിട്ട് വരാറുണ്ട്. കാരണം ഡിഫറെന്റ് അക്കൗണ്ടിങ് പോളിസീസ് ഉള്ളത് കമ്പാരിസൺ ഡിഫിക്കൽട്ടീസ്, അതായത് റേഷ്യോസ് മേ നോട്ട് ബി കമ്പയറബിൾ അക്രോസ് കമ്പനീസ് ഓർ ഇൻഡസ്ട്രീസ്. ഇപ്പൊ രണ്ട് കമ്പനികൾ അവരുടെ റേഷ്യോസ് വെച്ചൊക്കെ കമ്പയർ ചെയ്യും. ഇപ്പൊ രണ്ട് കമ്പനികളെ അല്ലെങ്കിൽ രണ്ട് ഇൻഡസ്ട്രീസിനെ അവരുടെ റേഷ്യോസ് വെച്ചൊക്കെ കമ്പയർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. കാരണം അതിൽ കുറെ കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഇത് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, കാരണം അത് എസ്സേക്കും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കേ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അത് പ്രോബ്ലം ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ്. പക്ഷെ അതിന്റെ തിയറി, ഈ ഫോർമാറ്റ് എഴുതാനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എസ്സേക്ക് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 3 ഹെഡിങ്ങിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ഹെഡിങ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അങ്ങനെ ഒന്നാമത്തെ ഹെഡിങ്ങിന്റെ പേരാണ്, ശ്രദ്ധിക്കട്ടോ, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. എന്റെ സ്ക്രീന് കാണുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പറയാവോ? ഓക്കെ ആണ്, റെഡി. അപ്പൊ ഒന്നാമത്തേതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, അഥവാ ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടത്, ബിസിനസിന്റെ ഡേ ടു ഡേ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നത്. എന്താ ബിസിനസിന്റെ ഡേ ടു ഡേ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഒന്ന് ക്യാഷ് സെയിൽസ്, അതിനെയും 2 കാറ്റഗറൈസ് ചെയ്യണം കേട്ടോ. ഒന്ന് ഇൻഫ്ലോ, 2 ഔട്ട്ഫ്ലോ. എല്ലാത്തിലും ഇങ്ങനെ 2 കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇൻഫ്ലോ പറഞ്ഞ ബിസിനസ്സിലേക്ക് പണം വരുന്നത്, ഔട്ട്ഫ്ലോ പറഞ്ഞ ബിസിനസ്സിൽ നിന്ന് പണം പോകുന്നത്. അപ്പോ എന്താ നമ്മൾ പറഞ്ഞ, ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് 3 ഹെഡിങ്ങിന്റെ കീഴിലാണ്. ഒന്നാമത്തെ ഹെഡിങ് ആണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. എന്താ ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഓപ്പറേഷൻ അല്ലെ. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസിന്റെ ഡേ ടു ഡേ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. രണ്ടാമത്തെ ഹെഡിങ് ആണ് ആക്ടിവിറ്റീസ്. നോട്ട് ചെയ്ത് വെക്കുക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഈ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി അസറ്റുമായിട്ട് റിലേറ്റഡ് ആണ്, ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫിക്സഡ് അസറ്റ് വന്നതും പോയതൊക്കെ അല്ലെ, ആ വന്നതിനെ ഇൻഫ്ലോയിൽ എഴുതും, അഥവാ ക്യാഷ് വന്നതിനെ ഇൻഫ്ലോയിൽ എഴുതും. ഫിക്സഡ് അസറ്റ് അല്ല കേട്ടോ, ഫിക്സഡ് അസറ്റിൽ നിന്നും ക്യാഷ് വന്നത് കേട്ടോ. ക്യാഷ് വന്നത് ഇൻഫ്ലോയിൽ എഴുതും, ക്യാഷ് പോയത് ഔട്ട്ഫ്ലോയിൽ എഴുതും. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. മൂന്നാമത്തെ കാറ്റഗറി ഫിനാൻസിങ് ആക്ടിവിറ്റി. ശ്രദ്ധിക്കുക, ഫിനാൻസിങ് ആക്ടിവിറ്റി. ഈ ഫിനാൻസിങ് എന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ക്യാപിറ്റൽ ആണ് കേട്ടോ. ബിസിനസിന് ആവശ്യമുള്ള ക്യാപിറ്റൽ, അത് വന്നതൊക്കെ, ക്യാപിറ്റൽ വന്നതൊക്കെ ഇൻഫ്ലോയിൽ എഴുതും, ക്യാപിറ്റൽ പോയതൊക്കെ ഔട്ട്ഫ്ലോയിൽ എഴുതും. ഇനി അതിൽ വരുന്ന ഓരോ എലമെന്റ്സ് എന്താണെന്ന് നോക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ കാറ്റഗറി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്, അഥവാ ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ വരുന്ന ഇൻഫ്ലോസ്, ഒന്ന് ക്യാഷ് സെയിൽസ് അല്ലെ, സാധനം വിറ്റാൽ നമുക്ക് പൈസ കിട്ടൂലേ, പൈസ കിട്ടുന്നതാട്ടോ ഇൻഫ്ലോയിൽ എഴുതുക, പൈസ കിട്ടുമല്ലോ, അത് നമ്മൾ ഇവിടെ എഴുതും. അതുപോലെ ഡെപ്റ്റേഴ്സിന്റെ അടുത്ത് ക്യാഷ് കിട്ടി, കമ്മീഷൻ കിട്ടി, ഫീസ് കിട്ടി, റോയൽറ്റി കിട്ടി, അതുപോലെ റീപേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്, നമ്മൾ ഇൻകം ടാക്സ് അടച്ചിരുന്നു, അത് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കിട്ടി. അപ്പൊ ഇതൊക്കെ കിട്ടിയതാണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഇൻഫ്ലോയിൽ വരുന്നത്. ഏതിൽ ഇൻഫ്ലോയില്? ഒന്നാമത്തെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലോയിൽ വരുന്നത്. ഇനി ഔട്ട്ഫ്ലോയിൽ വരുന്ന കാര്യങ്ങൾ നോക്കിയേ, ഇതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് കേട്ടോ. ക്യാഷ് പർച്ചേസ്, കണ്ടോ, പർച്ചേസിന്റെ പൈസ നമ്മളടുത്ത് പോകൂലേ. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുത്തത്. ക്യാഷ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, മറ്റു ചെലവുകൾ, ആ ചെലവുകൾക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഔട്ട്ഫ്ലോയിലും ഇൻഫ്ലോയിലും വരുന്നത് കേട്ടോ. ഇതിന്റെ ഫോർമാറ്റ് ഞാൻ പറയാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും എഴുതി, ഇൻഫ്ലോയിൽ നിന്ന് അഥവാ വരവിൽ നിന്ന് ഔട്ട്ഫ്ലോ അഥവാ ചെലവ് കുറക്കുക. ആ കുറച്ച് കിട്ടുന്നതിനെയാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയാ. ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ, അതിന് ടാക്സ് ഉണ്ടെങ്കിൽ അത് കുറക്കണം.
ടാക്സ് ഉണ്ടെങ്കിൽ കുറക്കണം. ഇനി മറ്റെന്തെങ്കിലും ചെലവുകൾ എക്സ്ട്രാ ഓർഡിനറി ചെലവുകൾ വരികയാണെങ്കിൽ അത് കുറക്കണം. വരവുകൾ വരികയാണെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി വരവുകൾ ഉണ്ടെങ്കിൽ അത് കൂട്ടും വേണം. അപ്പൊ നമുക്ക് കിട്ടും നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഒന്നാമത്തേത് ഏതാ? ഓപ്പറേറ്റിംഗ് അല്ലേ? അപ്പൊ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. അത് കിട്ടിയാൽ തൊട്ട് താഴെ നമ്മൾ ചെയ്യേണ്ടതാണ് ഇൻവെസ്റ്റിംഗ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സ്ഡ് അസറ്റ് ആണ്. ഫിക്സ്ഡ് അസറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഈ ഫിക്സ്ഡ് അസറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇൻഫ്ലോസ് ഉണ്ടാവുക? ഒന്ന്, സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് വിറ്റത്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഫിക്സ്ഡ് അസറ്റ് വിറ്റാൽ അല്ലെ, ഫിക്സ്ഡ് അസറ്റ് വിറ്റാൽ നമുക്ക് പൈസ കിട്ടൂലേ? അപ്പൊ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് അതിന്റെ ഭാഗമാണ്. അടുത്തത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ബിസിനസ് എവിടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ കൊടുത്താൽ അല്ലെ വിറ്റാൽ നമുക്ക് എന്ത് ചെയ്യും? ക്യാഷ് കിട്ടും. അപ്പൊ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ക്യാഷ് കിട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ലെ, ഒരു ബിസിനസ് ഒരു എവിടെങ്കിലും ഒരു ഷെയറിലോ ഡിബഞ്ചറിലോ ഒക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ക്യാഷ് കിട്ടും. അങ്ങനെ ക്യാഷ് കിട്ടിയാൽ, ശ്രദ്ധിക്കുക, ക്യാഷ് കിട്ടിയാൽ അത് നമ്മൾ ഇൻഫ്ലോ എഴുതും. അതുപോലെ തന്നെ ഡിവിഡൻഡ് റിസീവ്ഡ്. ഒരു ബിസിനസ്, ശ്രദ്ധിക്കട്ടോ, ഒരു ബിസിനസ് ഒരു ഡിബഞ്ചറിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഷെയറിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഡിവിഡൻഡ് കിട്ടും അല്ലെ, ഡിവിഡൻഡ് കിട്ടും. അപ്പൊ അത് നമ്മുടെ ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ ആ ഇൻകവും നമ്മൾ എവിടെ ഉൾപ്പെടുത്താം? ഇൻഫ്ലോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അടുത്ത് നോക്കിയേ, ഔട്ട്ഫ്ലോ അഥവാ ഫിക്സ്ഡ് അസറ്റ് ഇൻവെസ്റ്റ് അഥവാ ഫിക്സ്ഡ് അസറ്റുമായിട്ട് നമ്മളെടുത്ത് പോകുന്ന പൈസ പോകുന്ന കാര്യങ്ങൾ. ഒന്ന്, പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. നിങ്ങൾ ഫിക്സ്ഡ് അസറ്റ് വാങ്ങി അല്ലെ, ഇപ്പൊ ഒരു ഫർണിച്ചർ വാങ്ങി, മെഷീനറി വാങ്ങി, ബിൽഡിംഗ് വാങ്ങി, അതിനൊക്കെ വാങ്ങി നമ്മളൊന്ന് പൈസ പോവില്ലേ? അപ്പോ ഔട്ട്ഫ്ലോയിൽ എഴുതും. അടുത്ത പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓർ സെക്യൂരിറ്റി. ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റീസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ, വാങ്ങുമ്പോൾ നമ്മളൊന്ന് പൈസ പോവുമല്ലോ, അപ്പൊ അത് ഔട്ട്ഫ്ലോയിൽ എഴുതും. അതുപോലെ തന്നെ നമ്മുടെ ബോറോവേഴ്സിന് ലോൺ കൊടുത്തു, അപ്പൊ നമ്മളടുത്ത് പൈസ പോകും. അപ്പൊ പൈസ പോകുന്നതൊക്കെ ഔട്ട്ഫ്ലോയിൽ എഴുതാ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ ഭാഗമാണ്? ഫിക്സ്ഡ് അസറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇവിടെ അതുപോലെ തന്നെ ഇൻഫ്ലോയിൽ നിന്നും ഔട്ട്ഫ്ലോ കുറക്കും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അതാണ് രണ്ടാമത്തെ കാറ്റഗറി. ഇനി മൂന്നാമത്തെ കാറ്റഗറി നോക്കിയേ, ഫിനാൻസിങ് ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു ഫിനാൻസിങ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ആ ക്യാപിറ്റൽ രൂപത്തിൽ ഫണ്ട് വന്നതൊക്കെ ഇൻഫ്ലോയിൽ എഴുതും, ക്യാപിറ്റൽ രൂപത്തിൽ ഫണ്ട് പോയതൊക്കെ ഔട്ട്ഫ്ലോയിൽ എഴുതും. അപ്പൊ ഇൻഫ്ലോയിൽ വരുന്നതൊക്കെ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ വന്നത്, അതുപോലെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ വന്നത്, ഇഷ്യൂ ഓഫ് ലോങ് ടേം ലോൺ വന്നത്, അതൊക്കെ വന്നതല്ലേ, പൈസ വന്നതല്ലേ, അപ്പൊ ഇവിടെ ഇൻഫ്ലോയിൽ എഴുതും. ഇനി ഇതിന്റെ ഒക്കെ ഓപ്പോസിറ്റ്, റിഡംഷൻ ഓഫ് ഷെയർ തിരിച്ചു കൊടുത്തു, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ തിരിച്ചു കൊടുത്തു, ലോൺ തിരിച്ചു കൊടുത്തു, ഡിവിഡൻഡ് കൊടുത്തു, ഇൻട്രസ്റ്റ് കൊടുത്തു, ഇതൊക്കെ നമ്മളൊന്ന് പൈസ പോകുന്നതല്ലേ, അത് ഔട്ട്ഫ്ലോയിൽ എഴുതും. ഇങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ അറേഞ്ച് ചെയ്യാറുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഓർത്തു വെക്കുക, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഓരോന്ന് ഞാൻ പറയില്ല. ഇവിടെ ചോദിച്ചിരുന്നു നോക്കിയേ, എന്താണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ചോദിക്കാം എന്താണ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ചോദിക്കാം എന്താണ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. അപ്പൊ അത് മൂന്നും എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ്. ഒന്ന്, അതിന്റെ സ്കോപ്പ് ലിമിറ്റഡ് ആണ്, അഥവാ വല്ലാണ്ട് വ്യാപ്തി അതിനില്ല. കാരണം അത് ഒരു ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ, മാനേജ്മെന്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്, ഇന്റേണൽ ഡാറ്റ വെച്ച് ഉണ്ടാക്കണതാണ്. അതുകൊണ്ട് അതിന്റെ സ്കോപ്പ് വളരെയധികം കുറവാണ്. അടുത്തത്, ഡിപ്പെൻസ് ഓൺ അക്കൗണ്ടിങ് ഡാറ്റ. നമ്മുടെ അക്കൗണ്ടിങ് ഡാറ്റകൾ വെച്ചിട്ടാണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഓക്കെ, അതായത് ഇതൊരു ഹിസ്റ്റോറിക്കൽ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പാസ്റ്റ് ഡാറ്റകൾ വെച്ചിട്ടാണ് അക്കൗണ്ടിങ് ചെയ്യാറുള്ളത് അല്ലെ. ആ അക്കൗണ്ടിങ് ബേസ് ചെയ്തിട്ടാണ് ആരുണ്ടാക്കാറുള്ളത്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പഴയ ഡാറ്റകൾ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ പാസ്റ്റ് ഡാറ്റകൾ വെച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. അത് അതിന്റെ ലിമിറ്റേഷൻ ആണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ. നമുക്കറിയാം മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ പല സാധനങ്ങൾക്കും ഒരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇല്ല. അപ്പൊ പല കമ്പനികളും പല രൂപത്തിലായിരിക്കും അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് തന്നെ ഒരു കുറവാണ്. അതേപോലെ തന്നെ കമ്പാരിസണ് സാധിക്കില്ല, കമ്പാരിസണ് പറ്റാറില്ല. അത് നമുക്ക് അടുത്തൊരു ലിമിറ്റേഷൻ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെ ചില ടെക്നിക്കൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ അല്ല, അത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അതൊക്കെ അതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എന്താണ് അക്കൗണ്ടിങ് റേഷ്യോസിന്റെ ഒബ്ജക്റ്റീവ്സ്.
നമുക്കറിയാം റേഷ്യോസിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസിന്റെ എല്ലാ നിലക്കുള്ള പെർഫോമൻസും കൃത്യമായിട്ട് റേഷ്യോസ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് നല്ല ഡിസിഷൻസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു ഒബ്ജക്റ്റീവ് ആണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും കേട്ടോ. കമ്പാരിസണ് സഹായിക്കും. അപ്പൊ വ്യത്യസ്ത കമ്പനികൾ തമ്മിലുള്ള കമ്പാരിസണ് റേഷ്യോസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മെറിറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ മാർജിനൽ കോസ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, നേരത്തെ പറഞ്ഞത് തന്നെ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും. മാർജിനൽ കോസ്റ്റിംഗ് എന്താ നമുക്കറിയാലോ അല്ലെ? ഒരു എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുകളിൽ വരുന്ന ചെലവാണ് മാർജിനൽ കോസ്റ്റിംഗ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ, അതിന്റെ അഡ്വാൻറ്റേജ് ഒന്ന് ഡെസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. രണ്ട്, കോസ്റ്റ് റിഡക്ഷൻ അഥവാ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ BEP അനാലിസിസ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് ഉണ്ടല്ലോ, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതാണ് മാർജിനൽ കോസ്റ്റിംഗിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? നോക്കിയേ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഫണ്ട് അഥവാ ഫണ്ട് വന്നതും പോയതും, ഫണ്ട് മീൻസ് ക്യാഷ് എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്ത് ഫണ്ട് വന്നതും പോയതും അഥവാ ക്യാഷ് വന്നതും പോയതൊക്കെ കാണിക്കുന്നതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഫണ്ട്, ഈ ഫണ്ട് പറഞ്ഞ ക്യാഷ് മാത്രമല്ല കേട്ടോ, വേറെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഫണ്ട് വന്നതും പോയതും കാണിക്കുന്നതിനെയാണ്, ആ സ്റ്റേറ്റ്മെന്റിനെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എന്താണ് CVP അനാലിസിസ്? അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ്, ഈ മൂന്ന് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ CVP അനാലിസിസ് എന്ന് പറയുന്നത്. കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ്. പിന്നെ അടുത്തത് എന്താണ് ബ്രേക്ക് ഈവൻ എന്നുള്ളതാണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എസ്സേയിൽ 10 മാർക്കിന് ഈ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങൾ, ഒന്ന്, എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, അതിന്റെ അപ്ലിക്കേഷൻസും കൂടെ എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കിയേ, മാർജിനൽ കോസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞു അല്ലെ? മാർജിനൽ കോസ്റ്റിംഗ് ഇസ് ദ മെത്തേഡ് ഓഫ് യൂസിങ് കോസ്റ്റിംഗ് കൺസിഡർ ഓൺലി വേരിയബിൾ കോസ്റ്റ്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ? വേരിയബിൾ കോസ്റ്റ് മാത്രം വെച്ചിട്ട് അല്ലെ? വേരിയബിൾ കോസ്റ്റ് മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. അല്ലെ മറ്റൊരു രൂപത്തില് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ മേൽ വരുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയാം. അതിന്റെ അപ്ലിക്കേഷൻസ്, അതിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണ്? ബ്രേക്ക് ഈവൻ അനാലിസിസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ? ബ്രേക്ക് ഈവൻ, അപ്പൊ അതൊക്കെ എസ്സേക്ക് ചോദിക്കുമ്പോൾ അതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. ആ ചാർട്ടൊക്കെ വരച്ചിട്ട് ഉഷാറായിട്ട് എഴുതണം. പിന്നെ പ്രോഫിറ്റ് പ്ലാനിങ്, ബിസിനസിന്റെ പ്രോഫിറ്റ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനം പറഞ്ഞില്ലേ, അത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം, ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. അഥവാ ബിസിനസിന്റെ സെയിൽസുമായി ബന്ധപ്പെട്ട്, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്, പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാർജിനൽ കോസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ചോദ്യം, വാട്ട് യു മീൻ ബൈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്, എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻസ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നാ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ? ഫണ്ട് വരുന്നതും പോകുന്നതും മാർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അത് നോക്കിയേ, ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ടു ഷോ സോഴ്സസ് ആൻഡ് യൂസ് ഓഫ് ഫണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? ഫണ്ട് വന്നതും പോയതും അത് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ തന്നെ ടു ഇവാലുവേറ്റ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി, ബിസിനസിന്റെ ക്യാഷ് ആക്കി മാറ്റാനുള്ള കഴിവ്, അതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ബിസിനസിന്റെ ഫണ്ടിനെ ക്യാഷ് ആക്കി മാറ്റാനുള്ള കഴിവ്. സോൾവൻസി പറഞ്ഞാൽ ബിസിനസിന്റെ കടങ്ങൾ തീർക്കാനുള്ള കഴിവ്, ഡെപ്റ്റുകൾ കൊടുത്തു തീർക്കാനുള്ള കഴിവ്. ഇത് രണ്ടും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ ഇമ്പോർട്ടൻസ് നോക്കിയേ, എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം അല്ലെ? ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അനലൈസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്ലാനിങ്ങിനും കൺട്രോളിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് 10 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഇനി മറ്റൊരു ചോദ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്? അതുപോലെ തന്നെ ഇമാജിനറി ഫിഗേഴ്സ് വെച്ചിട്ട് അതൊന്ന് പറയാനാണ്. അഥവാ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലേ, അതിൽ എന്തെങ്കിലുമൊക്കെ വാല്യൂസ് ഓൾറെഡി നിങ്ങൾ കൊടുക്കുക, നിങ്ങളെ വക ഏതും കൊടുക്കുക. അതാണ് ഒരു തവണ എസ്സേ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ അത് കൊടുത്തിട്ട് എഴുതുക. ഓക്കെ, അതും എക്സാം ചോദിച്ചിട്ടുണ്ട്, അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ മറ്റൊരു ചോദ്യം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും. നമുക്കറിയാലോ, ഫിനാൻഷ്യൽ ഡാറ്റകളെ അനലൈസ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? നോക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ദ പ്രോസസ് ഓഫ് അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്, അത് ഇതിൽ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ പഠിച്ചതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, അതുപോലെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് അല്ലെ, ട്രെൻഡ് അനാലിസിസ്, ഇതൊക്കെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ അത് അനലൈസ് ചെയ്യുന്നതിനെയാണ്
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കി, ഈ എല്ലാത്തിന്റെ ഇമ്പോർട്ടൻസ് ഏകദേശം സെയിം ആണ് അല്ലെ. ഒന്ന് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, കമ്പാരിസന് സഹായിക്കുന്നുണ്ട്. ഇനി ഏതിന്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റൂ കേട്ടോ. ഇപ്പൊ ഫണ്ട് ഫ്ലോന്റെ ചോദിക്കാണ്, ക്യാഷ് ഫ്ലോയുടെ ചോദിക്കാണ്, റേഷ്യോയുടെ ചോദിക്കാണ് അല്ലെ, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ചോദിക്കും. എന്ത് ഇമ്പോർട്ടൻസ് ചോദിച്ചാലും ഈ 3 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ, എല്ലാത്തിലും എഴുതാൻ പറ്റും. ഡിസിഷൻ മേക്കിംഗ് സഹായിക്കുന്നു, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, കമ്പാരിസൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് അതിന്റെ ലിമിറ്റേഷൻസ്? നമുക്കറിയാം ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ്, പാസ്റ്റ് ഡാറ്റയാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ വല്ലാണ്ടൊന്നും ചെയ്യാൻ കഴിയൂല. അതുപോലെ അക്കൗണ്ടിങ് പോളിസീസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അക്കൗണ്ടിങ് പോളിസിയിലൊക്കെയുള്ള മാറ്റം തീർച്ചയായിട്ടും ഇതിനെ അഫക്ട് ചെയ്യാറുണ്ട്. അതുപോലെ കമ്പാരിസൺ പറ്റുമെങ്കിലും അത് ഡിഫിക്കൽട്ട് ആണ്, കാരണം അത് അത്ര പെട്ടെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇനി കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മൾ നിർത്താണ്, മറ്റൊരു ക്ലാസിഫിക്കേഷൻ, 2 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചില്ലേ, മറ്റൊരു ക്ലാസിഫിക്കേഷൻ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും തമ്മിലൊരു ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ്. ക്യാഷ് ഫ്ലോയിൽ എപ്പോഴും ഓർത്ത് വെക്കുക, ക്യാഷ് വന്നതും പോയതുമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ മാർക്ക് ചെയ്യാറുള്ളത്. എന്നാൽ ഫണ്ട് ഫ്ലോയില് വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ നോക്കിയേ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അതിൽ നമ്മൾ എന്താ പറയുന്നത് നോക്കി ശ്രദ്ധിക്കട്ടോ. ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ്, അതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നോക്കിയേ, ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ക്യാഷ്, അഥവാ ക്യാഷ് വന്നതും പോയതുമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലോ ഫണ്ട് വന്നതും പോയതും അല്ലെ. നോക്കിയേ, സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് ഫണ്ട്, ഫണ്ട് വന്നതും ഫണ്ട് പോയതുമാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ മാർക്ക് ചെയ്യുന്നത്. അടുത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ക്യാഷ് ബേസിസ്, ക്യാഷ് വന്നത് പോയത്, ക്യാഷ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. എന്നാൽ ഫണ്ട് ഫ്ലോ നോക്കിയേ, വർക്കിംഗ് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടാണ് അത് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. അടുത്തത് ഇറ്റ് മെയിൻലി യൂസ്ഡ് ഫോർ, എന്തിനാണ് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്? ക്യാഷ് പ്ലാനിങ് ആൻഡ് മാനേജിങ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി പറഞ്ഞാൽ ക്യാഷ് ആക്കി മാറ്റുക എന്നുള്ള സാധനം അല്ലെ. അപ്പൊ ക്യാഷ് പ്ലാനിങ്ങിനും ലിക്വിഡിറ്റി മാനേജ് ചെയ്യാനാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, യൂസ്ഡ് ഫോർ ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ്, ഒരുപാട് വർഷത്തേക്കുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇറ്റ് എക്സ്പ്ലെയിൻ റീസൺസ് ഫോർ ഷോർട്ടേജ് ഓർ സർപ്ലസ് ഓഫ് ക്യാഷ്. ഷോർട്ടേജ് ആണ് എന്താ, കുറവ് അല്ലെ, ഡിക്രീസ് എന്ന് പറഞ്ഞാലും മതി, ഡിക്രീസ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ അഥവാ ഇൻക്രീസ്. ചുരുക്കി പറഞ്ഞാൽ ഡിക്രീസ് ആൻഡ് ഇൻക്രീസ് ഇൻ ക്യാഷ്, അതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന കാര്യം. ക്യാഷ് കൂടിയതും ക്യാഷ് കുറഞ്ഞതും അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. എന്നാൽ ഫണ്ട് ഫ്ലോ നോക്കിയേ, ഇറ്റ് എക്സ്പ്ലെയിൻസ് റീസൺസ് ഫോർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞു അല്ലെ, ഇവിടെ എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയേണ്ടത്. വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയോ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ഇനി നോക്കിയേ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 പറയുന്ന ഒരു കൃത്യമുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്, ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്നാൽ ഫണ്ട് ഫ്ലോ നോക്കിയേ, ഇറ്റ് ഈസ് നോട്ട് പ്രസന്റഡ് ഇൻ, അങ്ങനെ ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഒന്നുമില്ല, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഒന്നും ആ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന് ഇല്ല. അപ്പോ അതാണ് അതിന്റെ മറ്റൊരു കാര്യം. ഇനി അടുത്തത്, ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തയ്യാറാക്കുന്നില്ല. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനത്തെ ഒരു അക്കൗണ്ട് അഥവാ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ക്യാഷ് ഫ്ലോയും ഫണ്ട് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇതാണ് നമ്മുടെ തിയറി ആയിട്ട് അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗം കേട്ടോ. ഓക്കെ, ഇതോടുകൂടി സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.